സൃഷ്ടിയുടെ മകുടമായിട്ടുള്ള മനുഷ്യൻ അതിനു വേണ്ടി ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കണം എന്നുള്ള കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങുന്ന ആ മഞ്ചം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും കാണിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ സത്രത്തിൽ വത്തിക്കാൻ സെൻറ്റ് പീറ്റർ ബസലിക്കായുടെ സത്രത്തിലുള്ള ജനം 3 ലക്ഷത്തിലധികമാണ്. ഇവർക്ക് ഇനി ഒരുപക്ഷെ തുടർന്നുള്ള വഴിയാത്രയിലോ അല്ലെങ്കിൽ അവസാനം നടത്തപ്പെടുന്ന കർമ്മങ്ങളിലോ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനമായി അവർ ആ ശവമഞ്ചത്തിലേക്ക് നോക്കി അവരുടെ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ആ മഹത് വ്യക്തിയോട് അവർ യാത്ര പറയുകയാണ്. വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ഭാഷകളിൽ നിന്ന്, വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന യുവജനങ്ങളും കുട്ടികളും അതുപോലെ പ്രായമായവരുമൊക്കെ ആയിട്ടുള്ള വൈദികർ, സന്യസ്തർ, അൽമായർ, മെത്രാന്മാർ, മെത്രാപോലിത്താമാർ, കർദിനാൾമാർ എല്ലാവരും ഇപ്പോൾ ഈ വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റർ ചതുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അവസാനമായിട്ടുള്ള യാത്രാമൊഴികൾ നേരുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് ഇപ്പോൾ അവർ വീണ്ടും ബസലിക്കായുടെ അകത്തേക്ക് പോകുന്നു. ഈ സ്ക്വയറിലുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ലത്തീൻ ഭാഷയിൽ മാഗ്നിഫിക്കാത്ത് ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ തൻ്റെ യാത്രയുടെ അവസാന ഭാഗം, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ അവസാന ഭാഗം ആഘോഷമായി പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും സ്വർഗത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വത്തിക്കാൻ്റെ ആരാധനക്രമ വിഭാഗത്തിൻ്റെ തലവനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഡിയാഗോ ആണ് ആ ശവമഞ്ചത്തിൻ്റെ മുമ്പിലായിട്ട് നടക്കുന്ന ആർച്ച് ബിഷപ്പ്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കായുടെ പ്രധാന കവാടത്തിൻ്റെ തൊട്ടു മുൻപിലാണ് ഇപ്പോൾ ശവമഞ്ചം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഉടനെ അകത്ത് പ്രവേശിക്കുകയാണ്. ജനമൊന്നാകെ ഹർഷാരവത്തോടെ തങ്ങളുടെ ആ വലിയ യാത്രയപ്പ് ഇപ്പോൾ നടത്തുന്നു. ഇങ്ങോട്ട് സാധാരണ ജനങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് അല്ലേ? അതെ. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 കിലോമീറ്റർ ദൂരം ഉള്ള ആ യാത്ര, വിലാപയാത്ര എന്ന് പറയപ്പെടാവുന്ന ആ യാത്ര തുടങ്ങുകയാണ്. മാർപ്പാപ്പയെ അവസാനമായി അടക്കാൻ പോകുന്ന സെൻറ്റ് മേരീസ് മേജർ ബസലിക്കയിലേക്കുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ ജനങ്ങൾ തടിച്ചുകൂടി നിന്നുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന ആ ഒരു ശുശ്രൂഷ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സെൻറ്റ് മേരീസ് മേജർ ബസലിക്കായുടെ അകത്തേക്ക് പ്രവേശനമുള്ളത്. മാർപ്പാപ്പയോട് ഏറ്റവും ചേർന്ന് നിന്ന കർദിനാൾമാരും ഒപ്പം തന്നെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സഹപ്രവർത്തകരും സെക്രട്ടറിമാരും തുടങ്ങിയിട്ടുള്ളവർക്കാണ് അവിടേക്ക് ഇന്ന് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അനുവാദം കിട്ടിയിരിക്കുന്ന വ്യക്തികളും അതിൽ പങ്കുചേരുന്നതായിരിക്കും. ഇപ്പോൾ വീണ്ടും സെൻറ്റ് പീറ്റർ ബസലിക്കായുടെ അകത്താണ് ഭൗതിക ശരീരം ഉള്ളത്.
വരി വരിയായി നീങ്ങുന്ന ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ മാത്രം അകത്തേക്ക് അനുവാദം കിട്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു സമൂഹത്തിന് മാത്രം അനുവാദത്തോടു കൂടിയുള്ള ആ യാത്രയിൽ രണ്ട് വശങ്ങളിലായി മെത്രാമാരും മെത്രാപോലീത്താമാരും കർദിനാൾമാരും നിന്നുകൊണ്ട് ഇപ്പോൾ അന്ത്യമായിട്ടുള്ള അഭിവാദ്യങ്ങൾ വലിയ ഇടയന് വിട ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്.